വെല്ലുവിളിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ എല്ലാ ഹിപ്നോട്ടിസ്റ്റുകളെയും ഒരു വ്ളോഗർ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ചാലഞ്ച് ആക്സെപ്റ്റഡ്. ആദ്യം തലവന്ന് ഇങ്ങനെ പൊലിക്കും, എന്നിട്ട് ഇങ്ങനെ ചൊട്ടും, എന്നിട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് പറയും അതാണ് എന്റെ മരിച്ചു വെച്ച ചേട്ടൻ. ഞാൻ പബ്ലിക്കായിട്ട് ചാലഞ്ച് ചെയ്യുന്നു, ഇന്ത്യന്റെ 1 ലക്ഷം രൂപ. ഇത്രയധികം ആൾക്കാരെ ഹിപ്നോട്ടിസം പഠിപ്പിച്ച ആളെന്നുള്ള രീതിയിൽ ഒരിക്കൊക്കെ വേണ്ടി ആ ചാലഞ്ച് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാത്ത സയന്റിഫിക്കലായിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ സാധിക്കുന്ന ഒരു കാര്യത്തെ പഠിക്കാതെ നമ്മൾ തെറ്റാന്ന് പറയാൻ പാടില്ല. നമുക്കൊന്ന് ചോദ്യം ചെയ്യാം, അതെങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ല. എൻ്റെ 1 മണിക്കൂർ വെബിനാർ വന്നിട്ട് ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹിപ്നോട്ടിസം വർക്ക് ചെയ്യുന്നതൊക്കെ. അതുപോലെ ഇവിടെ മൂപ്പര് പറഞ്ഞു എന്നെ ഹിപ്നോട്ടിസം ചെയ്ത് കാണിച്ചു തരുമോ, ഞാൻ 1 ലക്ഷം തരാം, 1.5 ലക്ഷം തരാം എന്നൊക്കെ. ചിരിക്കൂല, കരയൂല, അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടില്ല, സങ്കടപ്പെടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും പറ്റില്ല. ഇതേപോലെ ഒരു മാനസികാവസ്ഥയാണ്. ഈ ഒരു മാനസികാവസ്ഥയിൽ എത്തിക്കുന്ന പരിപാടി ഈ തല താഴ്ന്നൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ തല താഴ്ന്നതായിട്ടും പൊന്തിക്കുന്നതായിട്ടൊക്കെ തോന്നും. ഇത് ഷോക്ക് ഇൻഡക്ഷൻ അതുപോലെ കുറെ കാര്യങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ട് ബ്രോ ചലഞ്ച് ചെയ്യാൻ. പിന്നെ ബ്രോ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കൊണ്ടുവരുന്ന ഒരു 10-20 പേരിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ, അതായത് എല്ലാവർക്കും ഇത് ആസ്വദിക്കാനുള്ള കഴിവില്ല, എല്ലാവർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. ഹാലുസിനേഷനിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അത്രയ്ക്കും ഇമാജിനേഷനും വിഷ്വലൈസേഷൻ ഒക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ക്രിറ്റിക്കൽ മൈൻഡ് വളരെ കുറവായിരിക്കണം. നിങ്ങളൊക്കെ ക്രിറ്റിക്കൽ മൈൻഡിന്റെ അങ്ങേ അറ്റത്താണ്. അപ്പോൾ അതൊക്കെ കുറവുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് ഞാൻ ചെയ്യും. വെറുതെ അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ 20 ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് ചെയ്യും. കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എങ്ങനെ അല്ല അതിന്റെ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഹിപ്നോട്ടിസം ചെയ്തിരിക്കും, അത് തെളിയിച്ചു തന്നിരിക്കും ചലഞ്ച്.